ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1 എന്താണ്? ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികളെ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. ആരായിരുന്നു ആഴ്വാർമാരും നായനാർമാരും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യമല്ലേ. നമുക്കറിയാം എന്താണ്? ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു അല്ലേ. അതിൽ വിഷ്ണു ഭക്തരായ ഭക്തകവികളാണ് ആര്? ആഴ്വാർമാർ. അപ്പോൾ വിഷ്ണു ഭക്തരായ ഭക്തകവികൾ ആഴ്വാർമാരെന്നും അപ്പോൾ ശിവഭക്തരായ ഭക്തകവികൾ എന്താണ്? നായനാർമാരെന്നും അറിയപ്പെട്ടിരുന്നു അല്ലേ. അപ്പോൾ വിഷ്ണു ഭക്തരായത് ആഴ്വാർമാരും ശിവഭക്തരായ ഭക്തകവികളാണ് നായനാർമാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CE 7 മുതൽ 12 നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ അല്ലേ. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും 3 സവിശേഷതകൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാൻ കൂട്ടുകാരെ? പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. 6 പോയിന്റ്സ് ഇവിടെ നൽകുന്നുണ്ട്. കൂട്ടുകാരെന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു 3 പോയിന്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, പ്രവർത്തനം 2 നോക്കാം. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു ഏത്? മുഗൾ രാജവംശം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മുഗൾ ഭരണം സ്ഥാപിച്ചത് ആര്? ആരാണ് കൂട്ടുകാരി മുഗൾ ഭരണം സ്ഥാപിച്ചത്? അതെ, മുഗൾ ഭരണാധികാരി ആരാണ്? ബാബറാണ്. മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? ബാബറാണ്. എന്നാണെന്ന് ചോദിച്ചാൽ 1526 അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എന്തായിരുന്നു കൂട്ടുകാരെ ലക്ഷ്യം? 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഇത്തരം ചർച്ചകൾ. അപ്പോൾ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത്? ഇബാദത്ത് ഖാന നമ്മുടെ ബാബർ പണി കഴിപ്പിച്ചത്. ഓക്കെ, എന്താണ് ആൻസർ എഴുതാം. 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ് എന്ത്? ഇത്തരം ചർച്ചകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മാൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. എന്താണ്? മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് എന്ത്? മാൻസബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹമുണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ മാൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ചൊരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, പ്രവർത്തനം 3 എന്താണെന്ന് നോക്കിയാലോ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഏത്? ഇന്ത്യയുടേതല്ലേ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 3 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സവിശേഷതകൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? നിർമ്മാണ കാലയളവ് എഴുതാം. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളല്ലേ നമ്മളോട് ചോദിച്ചുള്ള എന്തൊക്കെ എഴുതാം? പാർലമെൻ്ററി ജനാധിപത്യ ഭരണമല്ലേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ജനങ്ങളുടെ പരമാധികാരം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എന്തിൽ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. ഭരണഘടനയുടെ മറ്റൊരു സവിശേഷത എന്താണ്? മൗലിക അവകാശങ്ങളല്ലേ. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ
എന്താണ്? യെസ്, ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. അതാണ് എന്ത്? യെസ്, മൗലിക അവകാശങ്ങൾ. നെക്സ്റ്റ് നമുക്ക് എഴുതാം മൗലിക കടമകൾ അല്ലേ. എന്താണ് മൗലിക കടമകൾ? യെസ്, ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണല്ലേ. നെക്സ്റ്റ് സവിശേഷതയായിട്ട് നമുക്ക് എഴുതാം മാർഗനിർദ്ദേശക തത്വങ്ങൾ. അതായത് സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? യെസ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. നിയമം വായിച്ച് എഴുതാം അല്ലേ. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല. അതുപോലെ തന്നെ സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം എഴുതാം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ഫെഡറലിസം, ഏക പൗരത്വം, ഇവയെല്ലാം എന്താണ്? യെസ്, നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ്. കൂട്ടുകാരെന്തെങ്കിലും ചെയ്യുക, ഏതെങ്കിലും 3 എണ്ണത്തിൻ്റെ എഴുതിയാൽ മതി. ഏതെങ്കിലും 3 എണ്ണം നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നൽകിയിരിക്കുന്നത് എന്താണ്? യെസ്, ഭരണഘടന ഭേദഗതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് കൂട്ടുകാരി ഭരണഘടനാ ഭേദഗതി? യെസ്, മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ഭരണഘടനാ ഭേദഗതി. എന്താണ്? മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ചിട്ട് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം. നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നതെന്നാണ് ചോദിച്ചത്. ആരൊക്കെയാണ്? യെസ്, സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണത്? യെസ്, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിന് ഉദാഹരണങ്ങളാണല്ലേ. അപ്പോൾ ആരൊക്കെയാണ്? ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, സ്ത്രീകൾ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ. ഇത്രയും എഴുതാവുന്നതാണ് കൂട്ടുകാർക്കൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നം മഹത് വ്യക്തികളുടെ പേരെഴുതുക. നമുക്ക് ആരൊക്കെ എഴുതാം? യെസ്, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൾ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ, അങ്ങനെ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? അവരുടെ പേരെല്ലാം എഴുതുക. ഓക്കെ, പ്രവർത്തനം 5. മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പദസൂര്യൻ പൂർത്തീകരിക്കാനാണല്ലേ. ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി തന്നെയാണല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നൽകിയിട്ടുണ്ട് ആക്ടിവിറ്റി തന്നെയായിരുന്നു ഇത്. എന്തൊക്കെയാണ്? ഭക്തി സൂഫി ചിന്തകളുടെ സ്വാധീനം, ഹിന്ദു മുസ്ലിം ഐക്യം എന്ന് നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, മതസഹിഷ്ണുത എഴുതാമല്ലേ. അതുപോലെ തന്നെ ജാതി വിവേചനത്തിനെതിരായ മനോഭാവം, അടിച്ചേൽക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, സാമൂഹ്യ സമത്വം, സാഹോദര്യവും മനുഷ്യസ്നേഹവും, ഹിന്ദു മുസ്ലിം ഐക്യം, ഏകദൈവ വിശ്വാസം, പ്രാദേശിക ഭാഷകളുടെ വളർച്ച, സ്ത്രീ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത, സാംസ്കാരിക സമന്വയം. ഇതിലേതെങ്കിലും 5 പോയിന്റ്സ് കൂട്ടുകാരെ എഴുതിയാൽ മതി. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിജയനഗരം, അതായത് വിജയത്തിൻ്റെ നഗരം, ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. അപ്പോൾ വിജയനഗരം സ്ഥാപിച്ചത് ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ആരൊക്കെയാണ് കൂട്ടുകാരെ വിജയനഗരം സ്ഥാപിച്ചത്? യെസ്, ഹരിഹരനും ബുക്കൻ എന്നീ സഹോദരന്മാരാണല്ലേ. ആരൊക്കെയാണ്? ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരന്മാരാണ് യെസ്, വിജയനഗരം സ്ഥാപിച്ചത്. വിജയനഗരത്തിലെ പ്രമുഖ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. ഏത് രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു എന്നാണ് ചോദിച്ചത്. കൃഷ്ണദേവരായർ ഏതാണ്? യെസ്, തുളുവ രാജവംശമാണ് തുളുവ വംശമാണ്. ഹരിഹരൻ ഏതായിരുന്നു? യെസ്, ബുക്കൻ. ഹരിഹരനും ബുക്കനും സംഗമ രാജവംശമാണ്. നരസിംഹ സാലുവ വംശം. വീരസിംഹനും കൃഷ്ണദേവരായരും തുളുവ വംശമാണ്. തിരുമല വെങ്കിട അരവിടു വംശമാണല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കൃഷ്ണദേവരായരാണ്. കൃഷ്ണദേവരായർ ഏതാണ്? തുളുവ രാജവംശത്തിൽപ്പെട്ടയാളാണ്. ഓക്കെ, അമരനായക സംവിധാനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? അമരനായക സംവിധാനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
എന്താണ് കൂട്ടുകാരി ഈ അമരനായക സമ്പ്രദായം അഥവാ സംവിധാനം എന്ന് പറയുന്നത്? അമരനായക സംവിധാനം വിജയനഗരത്തിലെ സൈനിക മേധാവികളാണ് എന്തറിയപ്പെടുന്നത്? അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. വിജയനഗരത്തിലെ സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ അമരനായക സംവിധാനത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ പ്രവർത്തനം 7 നോക്കാം. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ദെൻ താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നോക്കൂ. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. അത് ശരിയായ പ്രസ്താവനയാണല്ലേ. ദെൻ നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലേ 1935 നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് ശരിയാണ്. ദെൻ തേർഡ് പോയിന്റ് നോക്കൂ. നമ്മുടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? അല്ല. എന്താണ് നമ്മുടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ? നമ്മൾ പറഞ്ഞു, ഭരണഘടന ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞല്ലേ. ഓക്കെ, ദെൻ ഭരണഘടന പൗരന്മാർക്ക് അവകാശങ്ങളോടൊപ്പം കടമകളും നൽകുന്നുണ്ട്. ഉണ്ടല്ലോ, നമുക്ക് മൗലിക അവകാശങ്ങളുമുണ്ട്, മൗലിക കടമകളുമുണ്ട്. ദെൻ ഭരണഘടനാ നിർമ്മാണ കാലയളവ് 3 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. അത് തെറ്റുണ്ടല്ലോ. 2 വർഷമല്ലേ കൂട്ടുകാരെ? 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഭരണഘടനാ നിർമ്മാണ കാലയളവ്. അപ്പോൾ എന്താണ് ആ പ്രസ്താവന തെറ്റാണ്. ദെൻ ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടനാ ശില്പി. ആ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ശരിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പോക്സോ നിയമം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരി പോക്സോ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമുക്കറിയാം എന്താണിത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് ഏത്? പോക്സോ ആക്ട് അല്ലേ, അഥവാ പോക്സോ നിയമം 2012. നെക്സ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? 18 വയസ്സിനും താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. ദെൻ ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസ് ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. ദെൻ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കടുത്ത ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക? പോക്സോ നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുറിപ്പ് എഴുതുക. നമുക്ക് 1 മാർക്കല്ലേ നൽകിയിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ഓക്കെ, ഇത്രയും എഴുതിയാൽ മതി. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ പ്രവർത്തനം 8. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. ഭരണക്രമം പൂർത്തിയാക്കുക എന്നാണ് നൽകിയിട്ടുള്ളത് അല്ലേ. 1, 2, 3, 4 അങ്ങനെ അല്ലേ. നോക്കൂ, 1 ഏതായിരിക്കും? 3-ാമത്തേൽ നമുക്ക് നൽകിയിട്ടുണ്ട് പർഗാന എന്ന്. 1 സുബ, ദെൻ 2 സർക്കാർ, ദെൻ 3 എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതണം? ഗ്രാമം. അപ്പോൾ എങ്ങനെയാണ്? സുബ, സർക്കാർ, പർഗാന, ഗ്രാമം അല്ലേ. അപ്പോൾ എന്താണ്? സുബ, 1 സുബ, ദെൻ 2 സർക്കാർ, 3 എന്നുള്ളിടത്ത് എന്ത് എഴുതണം? ഗ്രാമം എന്നെഴുതണം. ഓക്കെ, ദെൻ ആരുടെ ഭരണകാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത്? ആരുടെ കാലഘട്ടത്തിലാണ്? നമുക്കറിയാം മുഗൾ ഭരണത്തിലാണല്ലേ. അക്കാലത്തെ രാജ്യത്തിൻ്റെ പരമാധികാരി ആരായിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ട്. മതപണ്ഡിതന്മാർ, രാജാവ്, മന്ത്രി. ഇതിൽ ആരാണ് അക്കാലത്തെ രാജ്യത്തിൻ്റെ പരമാധികാരിയായിരുന്നത്? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 9. മധ്യകാലഘട്ടത്തിൽ സമൂഹത്തിൽ സ്ത്രീകൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നില്ല. തൻ്റെ ജീവിത സൗകര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകിയ രജപുത്ര രാജകുമാരി ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരായിരുന്നു കൂട്ടുകാരെ? മീരാബായി ആണല്ലേ. ഓക്കെ, ഇതിനെന്താണ്? ഭക്തിപ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. എന്താണ്? ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി
ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ മുന്നോട്ട് വന്നു. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്ന മീരാബായി ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായി രചിച്ച കൃഷ്ണഭജനുകൾ ഏറെ പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്ത കവയിത്രിമാരായിരുന്ന ആരൊക്കെ? എസ് കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത്. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. ദെൻ മഹാരാഷ്ട്രയിലെ മഹിനാബായി, സൊയ്റാബായി, കാശ്മീരിലെ ലാൽദേ തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഭക്തി പ്രസ്ഥാനത്തിലെ സാന്നിധ്യത്തെക്കുറിച്ച് ഇതുപോലെ ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഇത്രയും പോയിന്റ്സ് കൂട്ടുകാർ എഴുതുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.